കോഴിക്കോട് വളയം വാണിമേൽ ചെക്യാട് എന്നിവിടങ്ങളിലുണ്ടായ ചുഴലിക്കാറ്റിൽ വ്യാപക നാശം. മരങ്ങൾ കടപുഴകി വീടുകൾക്ക് കേടുപാടുകൾ പറ്റി. പാലക്കാട് തരൂർ ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ചെക്യാട്, കുറുവന്തീരി, വളയം, നിരവുമ്മൽ, വാണിമേൽ എന്നിവിടങ്ങളിലാണ് രാവിലെ ചുഴലിക്കാറ്റ് വീശിയത്. ഏകദേശം 3 മിനിറ്റോളം നീണ്ടുനിന്ന കാറ്റ് മേഖലയിൽ വ്യാപക നാശനഷ്ടമുണ്ടാക്കി. കുറുവന്തേരി UP സ്കൂളിന് സമീപത്തെ കടമുറികളുടെ മേൽക്കൂര പാറിപ്പോയി സമീപത്തെ വീടിന് മുകളിൽ വീണു. മരങ്ങൾ കടപുഴകി പ്രദേശത്തെ വൈദ്യുതി ലൈനുകൾ തകർന്നു. 10ഓളം വീടുകൾക്ക് നാശനഷ്ടമുണ്ട്. മുളിവയലിലും മരം കടപുഴകി വീണ് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചെക്യാട്, കുറുവന്തേരിയിൽ ചുഴലിക്കാറ്റിൽ കാർ സ്വയം നീങ്ങിപ്പോയി മതിലിലിടിച്ചു. നിരവുമ്മലിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിൽ മരം വീണു. യാത്രക്കാർ തലനാരിഴക്കി രക്ഷപ്പെട്ടു. കാറിന്റെ മുകളിൽ ഭാഗികമായിട്ട് രക്ഷപ്പെട്ടവർ ഒരു ഉമ്മയും മോനും സഞ്ചരിക്കുന്ന കാറിന്റെ മുകളിലാണ് ഒരു മാവ് പൊട്ടി വീണത്. പാലക്കാട് തരൂർ ഗായത്രിപ്പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. ആലങ്കടവ് നരണി സ്വദേശി ഷിബിലാണ് മരിച്ചത്. സുഹൃത്തുക്കളൊപ്പം പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെടുകയായിരുന്നു. എറണാകുളം പറവൂർ ചിറ്റാറ്റുകരയിൽ നിർമ്മാണത്തിരുന്ന വീട് തകർന്നു. ആർക്കും പരിക്കുകളില്ല. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 കോഴിക്കോട്.